ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ മാസം വരാനിരിക്കുന്ന പുതിയ സിനിമകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ മലയാളത്തിൽ നിന്നാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കൂടെ അനുപമ പരമേശ്വരൻ നായികയായി എത്തുന്ന ഒരു കോഡ് ഡ്രാമ സിനിമയാണ് JSK. ഇത് ജൂലൈ 4 റിലീസ്. സെക്കൻഡ് വൺ ധീരൻ. ഇതൊരു കോമഡി എൻ്റർടൈനർ സിനിമയാണ്. ജൂലൈ 5 ഈ സിനിമയുടെ റിലീസ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ജൂലൈ 5 റിലീസാവുന്ന പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ ആൻഡ് അനുപമ പരമേശ്വരൻ കേന്ദ്ര കഥാപാത്രമായിരുന്ന ഒരു കോമഡി പെറ്റ് സ്റ്റോറി റിലേറ്റഡ് സിനിമയാണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ്. ജൂലൈ 5 ഈ സിനിമയുടെ റിലീസ്. ദ നെക്സ്റ്റ് വൺ ജൂലൈ 5 റിലീസാവുന്ന ഒരു വടക്കൻ തേരോട്ടം. ധ്യാൻ ശ്രീനിവാസനാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രം. ഒരു റൊമാൻസ് കോമഡി മൂവിയാണ് ഒരു വടക്കൻ തേരോട്ടം. നെക്സ്റ്റ് വൺ ദിലീപ് നായകനാവുന്ന ജൂലൈ 11 റിലീസിന് വെച്ചിരിക്കുന്ന ബബ്ബ. ദിലീപിൻ്റെ തന്നെ ഹൈ ബഡ്ജറ്റ് മൂവിയാണ് ഇത്. ദിലീപിൽ നിന്നും ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മൂവിയാണ് ബബ്ബ. ജൂലൈ 4 3 BHK. ശരത് കുമാറും പിന്നെ അതുപോലെ തന്നെ സിദ്ധാർത്ഥും മെയിൻ ആക്ടേഴ്സായി എത്തുന്ന ഒരു ഫാമിലി ഡ്രാമ ഇമോഷണൽ മൂവിയാണ് 3 BHK. ട്രെയിലറെല്ലാം വളരെയധികം പ്രോമിസിംഗ് ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് വൺ ഉണ്ട് ശശികുമാർ ആൻഡ് ലിജാമോൾ ചേർന്ന് അഭിനയിക്കുന്ന ജൂലൈ 10 റിലീസ് ചെയ്യുന്ന ഫ്രീഡം. നെക്സ്റ്റ് വൺ ഡെസിംഗ് രാജ 2. ജൂലൈ 11 ഈ സിനിമയുടെ റിലീസ്. ഒരു കോമഡി എൻ്റർടൈനർ മൂവിയാണ് ഈ സിനിമയും. പിന്നെ അതുപോലെ ജൂലൈ 25 റിലീസ് ചെയ്യുന്ന തലൈവൻ തലൈവി. വിജയ് സേതുപതി ആൻഡ് നിത്യ മേനോനാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഒരു കോമഡി ഡ്രാമ മൂവിയാണ് തലൈവൻ തലൈവി. നെക്സ്റ്റ് ഫിലിം വന്നിട്ട് ബോളിവുഡിൽ നിന്നാണ്. ജൂലൈ 4 റിലീസാവുന്ന മെട്രോ ഇൻ ഡൈന. ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് മെട്രോ ഇൻ ഡൈന. ജൂലൈ 4 ഈ സിനിമയുടെ റിലീസ്. പിന്നെ ജൂലൈ 11 മാലിക് എന്നൊരു ബോളിവുഡ് സിനിമയിൽ റിലീസാവുന്നുണ്ട്. രാജ്കുമാർ റാവുവാണ് ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടർ. ഒരു ഗാങ്സ്റ്റർ വാർ മൂവിയാണ് മാലിക്. പിന്നെ ജൂലൈ 25 ജാൻവി കപൂർ ആൻഡ് സിദ്ധാർത്ഥ് മൽഹോത്രയുടെ പരം സുന്ദരി. ഒരു കോമഡി റൊമാൻറ്റിക് മൂവിയാണ് പരം സുന്ദരി. പിന്നെ അടുത്ത സിനിമ ബോളിവുഡിൽ നിന്നാണ്. ജൂലൈ 2 റിലീസാണ് സ്കാർലെറ്റ് ജൊഹാൻസൺ കേന്ദ്ര കഥാപാത്രമായിരുന്ന ജുറാസിക് വേൾഡ് വെറിബിൾ. ഇതിൻ്റെ ഒരു സീരീസിൽ പുതിയ തുടക്കം തന്നെയായിരിക്കും ഈ സിനിമ. നെക്സ്റ്റ് വൺ ജൂലൈ 11 റിലീസാകാനിരിക്കുന്ന DCയുടെ പുതിയ സൂപ്പർമാൻ. ട്രെയിലറെല്ലാം വൻ പ്രോമിസിംഗ് ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള എൻട്രീസ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.